നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 കർക്കിടക മാസം 28-ാം തീയതി, അതായത് 2026 ആഗസ്റ്റ് മാസം 13-ാം തീയതി. ഇന്നത്തെ ദിനം വ്യാഴാഴ്ചയാണ്, ഗുരുവാരമാകുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരൊക്കെ തലേന്നാൾ ബലികർമ്മങ്ങളൊക്കെ, പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു മനസ്സോടുകൂടിയാണ് മുന്നിലിരിക്കുന്നതെന്ന് ഞാൻ കരുതട്ടെ. ഇന്നത്തെ തിഥി ഞാൻ പറഞ്ഞു, അമാവാസി കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലെ ആദ്യത്തെ തിഥിയാണ്. ഇത് നാം പറയുക പ്രതിപദം എന്നാണ്. ഒന്നാമത്തെ തിഥി പ്രതിപദം എന്ന് പറയും. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. ഇവിടെ വെളുത്ത പക്ഷത്തിലെ പ്രതിപദമാണ്. അത് വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. തിഥി എന്നാൽ ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കും. സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു പൂർണ്ണത തിഥി ദുർബലമായാൽ ഉണ്ടാവുകയില്ല. ഇന്ന് നക്ഷത്രം എന്താണ്? മകം നക്ഷത്രമാണ്. ശുഭനക്ഷത്രമാണ് മകം. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. അതിനാൽ ഇന്ന് സർപ്പക്ഷേത്ര ദർശനത്തിന് വളരെ അനുകൂലമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യ പൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമാണെന്ന് അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശുഭദിനമാണ് വ്യാഴാഴ്ച. മകൻ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മകൻ നക്ഷത്രം. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക, ഭാഗ്യം, മൂലാച്ച, മക, ചിത്രാച്ച, രേവതി. കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് അറിയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിലോ തച്ഛേഷന്തു നശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ യാത്രക്കൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ നക്ഷത്രത്തെ, മകൻ നക്ഷത്രത്തെ സ്വീകരിക്കാം. പക്ഷേ മകൻ നക്ഷത്രം കാലത്ത് ഗണ്ടാന്തമുണ്ട്. ആദ്യത്തെ 15 നാഴിക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ 3.25 നാഴിക നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല എന്നറിയുക. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നത്തെ ശുഭമുഹൂർത്തം ശ്രദ്ധിക്കുക. 11 മുതൽ 12 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. മകൻ നക്ഷത്രമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യ പൂജ, സർപ്പബലി, നാഗങ്ങൾക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ശുഭകരമാണെന്നറിയുക. പ്രാർത്ഥന ഒരിക്കൽ കൂടി, ഓം രാഘവേ നമഃ ചിന്മുദ്രയിൽ, ഓം കേതവേ നമഃ. ഒരു 9, 18 അല്ലെങ്കിൽ 36 മൾട്ടിപ്പിൾ ഓഫ് 9 നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകൾ ചെല്ലാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ശുഭദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.